നമസ്കാരം. US എംബസിയിലെ ആ ചിമ്മിനിക്കുള്ളിൽ ബ്രെയിൻ ബ്രിഡ്ജിന്റെ മുറിയിലൂടെ തുരന്നിറങ്ങിയ തുരങ്കത്തിലൂടെ കണ്ട ആ ആന്റീന അക്ഷരാർത്ഥത്തിൽ ഷെവർലെറ്റിനെയും അതുപോലെ ചാൾസ് ഗാൻറ്റിയും വല്ലാതങ്ങ് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. മുറിയിലേക്ക് മടങ്ങിയെത്തിയ ചാൾസ് ഗാൻറ്റി ഷെവർലെറ്റും ബ്രെയിൻ ബ്രിഡ്ജുമായി അടുത്ത നടപടി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു കാര്യം വ്യക്തമാണ്. ആ ആന്റീന KGB വളരെ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ആന്റീന വഴി കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എത്രത്തോളം തന്ത്രപ്രധാനമാണ് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതുപോലെ തന്നെ ആ ആന്റീനയുമായി ബന്ധപ്പെട്ട ബാക്കി എന്തെല്ലാം വിഭവങ്ങളാണ് ആ ചിമ്മിനിക്കകത്ത് ഉള്ളതെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ചിമ്മിനിക്ക് ഉള്ളിലേക്ക് കുറെ കൂടി താഴേക്ക് ഇറങ്ങണം. ആ ദൗത്യം ഏറ്റെടുത്തത് ബ്രെയിൻ ബ്രിഡ്ജാണ്. ലീ ഷെവർട്ടും ചാൾസ് ഗാൻറ്റിയും കൂടി ബ്രെയിൻ ബ്രിഡ്ജിനെ ഒരു കസേരയിലേക്ക് ഇരുത്തി. ബ്രെയിൻ ബ്രിഡ്ജിന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു കസേരയാണ്. ആ കസേരയിൽ ആ വീട്ടിൽ തന്നെയുള്ള കയർ ഉപയോഗിച്ച് ഒരു കെട്ടിട്ടു. അതിനുശേഷം ബ്രെയിൻ ബ്രിഡ്ജിനെ ആ കസേരയിലിരുത്തി ആ ചെറിയ ഹാൾ വഴി ചിമ്മിനിക്കുള്ളിലേക്ക് പതുക്കെ തള്ളി നീക്കുകയാണ്. ശരിക്കും അപകടകരമായ ഒരു ദൗത്യത്തിന് ഇതാ ബ്രെയിൻ ബ്രിഡ്ജ് ആ ചിമ്മിനിക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ബ്രെയിൻ ബ്രിഡ്ജിനെ ലീ ഷെവർട്ടും ചാൾസ് ഗാൻറ്റിയും കൂടി പതുക്കെ പതുക്കെ തള്ളി ചിമ്മിനിക്ക് ഉള്ളിലേക്കാക്കി. ചിമ്മിനിക്ക് ഉള്ളിലേക്ക് ബ്രെയിൻ ബ്രിഡ്ജിനെയും കൊണ്ട് ആ കസേര താഴുമ്പോൾ ആ കസേര കെട്ടിരിക്കുന്ന രണ്ട് കയറുകളുടെ അറ്റം ചാൾസ് ഗാൻറ്റിയും അതുപോലെ ലീ ഷെവർട്ടും കൂടി പിടിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള അതിശക്തമായ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനിക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ബ്രെയിൻ ബ്രിഡ്ജ് ആ ചിമ്മിനിക്കകം പരിശോധിച്ചു തുടങ്ങി. ബ്രെയിൻ ബ്രിഡ്ജ് ഇരിക്കുന്ന ആ കസേരയ്ക്ക് മുകളിൽ ചിമ്മിനിക്ക് ഉള്ളിലായി കുറച്ച് ലോഹനിർമ്മിതമായ ദണ്ടുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഇരുമ്പ് കമ്പികളിലാണ് കപ്പി ഘടിപ്പിച്ചിരിക്കുന്നത്. ആ കപ്പിയുമായി കണക്ട് ചെയ്താണ് ആന്റിന ഉള്ളത്. ആ ആന്റിനെ വേണമെങ്കിൽ മുകളിലേക്ക് താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ കപ്പി ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ബ്രെയിൻ ബ്രിഡ്ജിന് ആ കാര്യം വ്യക്തമാണ്. നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആന്റിനയുടെ വലതു ഭാഗത്തായി ഒരു സിഗരറ്റ് ബോക്സിന്റെ അത്രയും വലിപ്പത്തിൽ ഒരു മെറ്റാലിക് ബോക്സ് വ്യക്തമായി കാണാം. ആ ലോഹനിർമ്മിതമായ ബോക്സും ആന്റിനയും തമ്മിൽ ഒരു കേബിൾ വഴി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് മറ്റൊരു കേബിൾ ആ ചിമ്മിനിയുടെ താഴെ അറ്റത്തേക്ക് നീണ്ടങ്ങനെ കിടക്കുകയാണ്. ആന്റിനയെ വലിച്ചു പൊക്കി നിർത്തിയിരിക്കുന്ന കപ്പിക്കുള്ളിലൂടെ കാണുന്ന ആ കയറിന്റെ മറ്റേ അറ്റം ചിമ്മിനിക്കുള്ളിലേക്ക് അങ്ങ് താഴ്ന്നു കിടക്കുകയാണ്. കപ്പിയിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്ന ആ കയറുകളും ആന്റിനയും സസൂക്ഷ്മം നിരീക്ഷിച്ച ബ്രെയിൻ ബ്രിഡ്ജിന് ഒരു കാര്യം കൂടി ഉറപ്പായി. ആ കയറുകൾ വെറും കയറുകളല്ല, അത് മെറ്റാലിക് കേബിളുകൾ തന്നെയാണ്. ആ കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിലുള്ള ആന്റിനയെ മുകളിലേക്കും താഴേക്കും മാത്രമല്ല വശങ്ങളിലേക്കും തിരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ചിമ്മിനിയുടെ താഴെ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് ആ ആന്റിന ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അയാൾ ആഗ്രഹിക്കുന്ന ശൈലിയിലേക്ക് ആഗ്രഹിക്കുന്ന വശത്തേക്ക് ആ ആന്റിന താഴെ ഇരുന്നുകൊണ്ടേ തിരിക്കാൻ പറ്റും. അതിനാവശ്യമായ കേബിളാണ് ആ കപ്പിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന കയറിലൂടെ താഴേക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ആന്റിന ഫേസ് ചെയ്യുന്നത് അംബാസഡർ ഓഫീസിനെയാണ്. ആ ആന്റിന ആദ്യം കണ്ടപ്പോൾ ബ്രെയിൻ ബ്രിഡ്ജിന് തോന്നിയത് KGB അമേരിക്കൻ എംബസിയിൽ പല ഭാഗത്തായി സ്ഥാപിച്ചിട്ടുള്ള രഹസ്യ മൈക്രോഫോണുകളിൽ നിന്ന് സിഗ്നലുകൾ റിസീവ് ചെയ്യാനും KGBയുടെ കണക്റ്റഡ് ഓഫീസിലേക്ക് അയക്കാനുമായിട്ടാണ് ആ ആന്റിന ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അംബാസഡർ ഓഫീസിന് നേരെ ആ ആന്റിന ഇരിക്കുന്ന കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്. ആ ആന്റിനയ്ക്ക് ഡയറക്റ്റായി അംബാസഡർ ഓഫീസിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടാകും. അതിനുവേണ്ടിയാകും ആ ഭാഗത്തേക്ക് ആ ആന്റിന തിരിച്ചു വെച്ചിരിക്കുന്നത്. ബ്രെയിൻ ബ്രിഡ്ജ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതും ലീ ഷെവർട്ടും ഗാൻറ്റിയും കൂടി അയാളെ തിരിച്ച് മുറിയിലേക്ക് വലിച്ചു കയറ്റി. അവർ വേഗം ബ്രെയിൻ ബ്രിഡ്ജിനെ വലിച്ചു കയറ്റാൻ ഒരു കാരണമുണ്ട്. KGB അവരുടെ രഹസ്യം സംരക്ഷിക്കാൻ വേണ്ടി ചിമ്മിനിക്കകത്ത് എക്സ്പ്ലോസീവ്സ് വല്ലതും പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ലീ ഷെവർട്ട് ഗാൻറ്റിയോട് പറഞ്ഞപ്പോഴാണ് ഗാൻറ്റി ബ്രെയിൻ ബ്രിഡ്ജിനെ തിരിച്ച് വലിച്ചു കയറ്റാൻ ആവശ്യപ്പെട്ടത്. ബ്രെയിൻ ബ്രിഡ്ജിനെ തിരിച്ചു വലിച്ചു കയറ്റിയതും അവർ 3 പേരും കൂടി ആ സാധ്യത ചർച്ച ചെയ്യുകയാണ്. അമേരിക്കൻ എംബസിയുടെ അംബാസഡറുടെ സംഭാഷണങ്ങൾ പോലും ചോർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു ആന്റിന ആ ചിമ്മിനിയിൽ സ്ഥാപിച്ചിരിക്കുന്ന KGB അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അനുമാനം ലീ ഷെവർട്ടിനുണ്ട്. ലീ ഷെവർട്ട് അക്കാര്യം ബ്രെയിൻ ബ്രിഡ്ജിനോടും അതുപോലെ ഗാൻറ്റിയോടും പറയുകയാണ്. അങ്ങനെ 3 പേരും കൂടി ചർച്ച ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. സത്യത്തിൽ ആ ചിമ്മിനിക്കകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആഗ്രഹം. അവർക്ക് ആ ചിമ്മിനിക്കുള്ളിലേക്ക് കൂടുതൽ താഴേക്ക് ഇറങ്ങി വിവരങ്ങൾ ശേഖരിക്കാനുള്ള താല്പര്യമുണ്ട്. അതിന് പക്ഷേ ഹയർ അതോറിറ്റിയുടെ അനുവാദം വേണം. ഇപ്പോൾ ആ എംബസിയിൽ ഹയർ അതോറിറ്റി എന്ന് പറയാവുന്നത് അംബാസഡർ ഡെപ്യൂട്ടി ജാക്ക് മാറ്റ്ലോക്കാണ്. അംബാസഡർ മാൽക്കൻ ടൂൺ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി വാഷിംഗ്ടണിലേക്ക് മടങ്ങിയിരുന്നു. ഇപ്പോൾ ചുമതല മാറ്റ്ലോക്കിനാണ്. മാറ്റ്ലോക്കിനെ കണ്ട ചാൾസ് ഗാൻറ്റിയും
ഗസ് ഹാത്തവേയും ലീ ഷെവർട്ടും ബ്രെയിൻ ബ്രിഡ്ജും കൂടി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഇൻഫർമേഷനാണ് ഇപ്പോ മാറ്റ്ലോക്കിന്റെ മുന്നിലുള്ളത്. അമേരിക്കൻ എംബസിക്കകത്ത് സോവിയറ്റ് യൂണിയന്റെ രഹസ്യ അന്വേഷണ സംഘടനയായ KGB അതിശക്തമായ ഒരു ആന്റിന സ്ഥാപിച്ചിരിക്കുകയാണ്. ആ ആന്റിന അംബാസഡർ ഓഫീസിന്റേത് ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ചോർത്താൻ പര്യാപ്തമായതാണെന്ന് ലീ ഷെവർട്ടും ഗാൻറ്റിയും മാറ്റ്ലോക്കിനോട് പറഞ്ഞപ്പോൾ മാറ്റ്ലോക്ക് ആ വിവരം ആ നിമിഷത്തിൽ തന്നെ ഫാക്സ് വഴി വാഷിംഗ്ടണിലേക്ക് അറിയിച്ചു. ഒരു ഫാക്സിന്റെ നിര തന്നെ മാറ്റ്ലോക്ക് അയച്ചു എന്ന് പറയാം. മാറ്റ്ലോക്ക് അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ആ നിമിഷത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് ഒരു മറുപടി കിട്ടിയിട്ട് വേണം അടുത്ത നടപടി എന്താണെന്ന് മാറ്റ്ലോക്കിന് ആലോചിക്കാൻ. മാറ്റ്ലോക്ക് അയാളുടെ സന്ദേശത്തിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. ചിമ്മിനിക്കുള്ളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി അതിനകത്തുള്ള രഹസ്യങ്ങൾ കണ്ടെത്താൻ അയാളുടെ ടീമിന് പെർമിഷൻ കൊടുക്കണമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് മാറ്റ്ലോക്ക് ആവശ്യപ്പെട്ടത്. മാറ്റ്ലോക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് ലീ ഷെവർട്ടും ചാൾസ് ഗാൻറ്റിയും കൂടി വീണ്ടും ബ്രെയിൻ ബ്രിഡ്ജിനെ ആ കസേരയിലിരുത്തി ആ ചിമ്മിനിക്കകത്തേക്ക് ഇറക്കി. അകത്ത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ആ മൂവർക്കും അതിശക്തമായി ഉണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും ബ്രെയിൻ ബ്രിഡ്ജിനെ ആ ചിമ്മിനിക്കകത്തേക്ക് ഇറക്കിയത്. ആ കസേരയിലിരുന്ന് ബ്രെയിൻ ബ്രിഡ്ജ് താഴേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ആന്റിനയെ കെട്ടി നിർത്തിയിരിക്കുന്ന കേബിൾ ശരിക്കും സൂക്ഷ്മമായിട്ട് ബ്രെയിൻ ബ്രിഡ്ജ് പരിശോധിക്കുന്നത്. ആ കേബിളുകൾ നൈലോൺ കൊണ്ടുള്ള നൂലുകളാണ്. നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വല കെട്ടുന്ന അതേ നൈലോൺ നൂലാണ് ഈ ആന്റിനയെ കെട്ടി നിർത്താനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലീ ഷെവർട്ടും ഗാൻറ്റിയും കൂടി ബ്രെയിൻ ബ്രിഡ്ജിന്റെ കസേര ആ ചിമ്മിനിക്കകത്തുകൂടി താഴേക്ക് ഇറക്കി. ബ്രെയിൻ ബ്രിഡ്ജ് ആ കസേരയ്ക്കൊപ്പം ആ ചിമ്മിനിയുടെ അടിഭാഗത്തെത്തി. ചിമ്മിനിയുടെ അടിഭാഗത്തെത്തിയ ബ്രെയിൻ ബ്രിഡ്ജ് കാണുന്നത് ശരിക്കും ആ ആന്റിനയെ എല്ലാ ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയുന്ന ഒരു മോട്ടോർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ആ മോട്ടറിന് സമീപത്തായിട്ട് തന്നെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ബ്രെയിൻ ബ്രിഡ്ജിന് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നത്. ആന്റിനയെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ നൈലോൺ കയർ ഒരു നിമിഷം കൊണ്ട് കത്തിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു കണക്ഷൻ സംവിധാനവും അവിടെ കൊടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ആ നിമിഷം ചിമ്മിനിയുടെ അടിഭാഗത്തുള്ള നൈലോൺ കയർ ഒന്ന് കത്തും. ആ നൈലോൺ കയർ അതിവേഗം താഴത്ത് മുകളിലേക്ക് കത്തി മുകളിലെത്തുമ്പോൾ ആന്റിന അവിടെ അടർന്ന് താഴേക്ക് വീഴും. അമേരിക്കൻ എംബസിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആന്റിനയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ ആ നിമിഷം ആന്റിനയെ മുകളിൽ നിന്ന് താഴെ എത്തിക്കാനുള്ള സംവിധാനം ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. ആ ബേസ്മെന്റിൽ ബ്രെയിൻ ബ്രിഡ്ജ് മറ്റു ചില കാഴ്ചകൾ കൂടി കണ്ടു. ഒരു മൈക്രോഫോണും ഹെഡ്സെറ്റും അവിടെ ഉണ്ട്. അവിടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ എത്തുന്ന ആള് ഹെഡ്സെറ്റ് തലയിൽ വെച്ച് ആ ഹെഡ്സെറ്റിന്റെ മറുഭാഗത്തുള്ള ആള് പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആന്റിനെ പൊക്കുകയോ താക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യണം. തിരിച്ചയക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ആ മൈക്രോഫോൺ. ചിമ്മിനിയുടെ അടിഭാഗം സൂക്ഷ്മമായി പരിശോധിച്ച ബ്രെയിൻ ബ്രിഡ്ജ് അയാളുടെ ടോർച്ച് അയാൾ ചിമ്മിനിലെ ചുവരിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. ചിമ്മിനിലെ ചുവര് ചുടുകട്ട കൊണ്ട് കെട്ടിയതുപോലെയാണ് കാണപ്പെടുന്നത്. ആ ചുവരിലേക്കാണ് ഇപ്പോ അയാൾ സസൂക്ഷ്മം ആ ടോർച്ച് ഒന്ന് അടിച്ചു നോക്കിയത്. ടോർച്ച് ആ ചുവരിലേക്ക് അടിച്ച ബ്രെയിൻ ബ്രിഡ്ജിന് ഒരു ഭാഗത്തെ കാഴ്ച കണ്ടപ്പോ ഒരു സംശയം. അയാൾ സാവധാനം ആ ചുവരിനടുത്തെത്തി ആ സംശയം തോന്നിയ ഭാഗത്ത് ഒന്ന് തൊട്ടു. ശരിക്കും ബ്രെയിൻ ബ്രിഡ്ജ് ഞെട്ടി എന്ന് തന്നെ പറയാം. അയാൾ തൊട്ട ഭാഗം യഥാർത്ഥത്തിൽ ചുടുകലിന്റെ ഒരു പെയിന്റിംഗ് ആണ്. ബ്രെയിൻ ബ്രിഡ്ജ് ആ ചുടുകളുടെ പെയിന്റിംഗ് പതുക്കെ ചുരുട്ടി മുകളിലോട്ടാക്കിയപ്പോ അയാൾ കാണുന്നത് ഓവൽ ആകൃതിയിലുള്ള ഒരു ചെറിയ തുരങ്കമാണ്. ചിമ്മിനിക്കുള്ളിലേക്ക് എവിടെ നിന്നോ ഒരു തുരങ്കം വരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കുഞ്ഞു പോലും അത്തരത്തിലൊരു തുരങ്കം അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കത്തേയില്ല. ബ്രെയിൻ ബ്രിഡ്ജ് അയാളുടെ മുറിയിൽ നിന്ന് ഒരു തുരങ്കം ഉണ്ടാക്കി ചിമ്മിനിക്കകത്ത് കടന്നതുകൊണ്ടാണ് അയാൾക്ക് യഥാർത്ഥത്തിൽ ആ ചുവരിലെ വ്യത്യാസം വേഗം മനസ്സിലായത്. ബ്രെയിൻ ബ്രിഡ്ജ് ആ ടോർച്ചോടുകൂടി ആ തുരങ്കത്തിനകത്തേക്ക് കടന്നു. എംബസിയുടെ തെക്ക് ഭാഗത്തുള്ള ചിമ്മിനി വഴിയാണ് അയാൾ താഴേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ അയാൾ നടക്കുന്നത് ചിമ്മിനിക്കുള്ളിലൂടെ വടക്ക് ഭാഗത്തേക്കാണ്. ഏകദേശം ഒരു 30 അടി നടന്നപ്പോൾ ആ തുരങ്കം പടിഞ്ഞാറേക്ക് തിരിഞ്ഞു. പടിഞ്ഞാറേക്ക് തിരിഞ്ഞ ആ തുരങ്കത്തിലൂടെ ബ്രെയിൻ ബ്രിഡ്ജ് നടന്നെത്തിയത് ഒരു വാതിലിന് സമീപത്താണ്. ആ വാതിൽ കണ്ടതും ബ്രെയിൻ ബ്രിഡ്ജ് അയാളുടെ ടോർച്ച് അണച്ചു. തുരങ്കത്തിലൂടെ താൻ ഏതോ വീടിന് സമീപം എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു തോന്നൽ ആ വാതിൽ കണ്ടപ്പോൾ ബ്രെയിൻ ബ്രിഡ്ജിനുണ്ടായി. പക്ഷെ അത് ഏത് വീടിന്റെ വാതിലാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടും ബ്രെയിൻ ബ്രിഡ്ജിനുണ്ട്. ബ്രെയിൻ ബ്രിഡ്ജ് നിശബ്ദനായി നടന്ന് ആ വാതിലിനടുത്തെത്തി. വളരെ ശ്രദ്ധാപൂർവം ശബ്ദമുണ്ടാക്കാതെ കണ്ണ് ആ വാതിലിലെ ചെറിയ ഹോളിലേക്ക് പതിപ്പിച്ച് ബ്രെയിൻ ബ്രിഡ്ജ് അകത്തുള്ള കാഴ്ചകൾ പതുക്കെ പതുക്കെ പിടിച്ചെടുത്തു തുടങ്ങി. അല്പനേരം
അയാളുടെ കണ്ണ് ആ വാതിൽ ചേർത്ത് പിടിച്ചപ്പോൾ ബ്രെയിൻ ബ്രിഡ്ജിന് അത് ഏത് മുറിയുടെ വാതിലാണെന്ന് വ്യക്തമായി മനസ്സിലായി. അമേരിക്കൻ എംബസിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് റഷ്യക്കാരുണ്ട്. അവർ രാവിലെ അമേരിക്കൻ എംബസിയിൽ എത്തിയതിനു ശേഷം അവരുടെ ഡ്രസ്സ് മാറാനായി ഉപയോഗിക്കുന്ന ചേഞ്ച് റൂമിലാണ് ആ തുരങ്കം എത്തി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ആ വാതിൽ തുറക്കുന്നത് എന്നാണ്. US എംബസിയിലേക്ക് ജോലിക്ക് വരുന്ന റഷ്യക്കാരായ ആളുകൾ ചേഞ്ച് റൂമായി ഉപയോഗിക്കുന്ന മുറിയിലേക്ക് താൻ കടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ബ്രെയിൻ ബ്രിഡ്ജ് വന്ന വഴിക്ക് തിരിച്ചു നടന്നു. ശരിക്കും അയാൾ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അയാൾ തിരിച്ച് ചിമ്മിനി തുടങ്ങുന്ന ഭാഗത്തെത്തി ആ കസലിലേക്ക് കയറിയിരുന്നിട്ട് അയാളെ താഴോട്ട് കെട്ടിയിറക്കിയിരിക്കുന്ന കയർ ഒന്ന് വലിച്ചു. ആ സിഗ്നൽ മനസ്സിലാക്കിയ ലീ ഷെവർട്ടും ചാൾസ് കാൻഡിയും കൂടി ബ്രെയിൻ ബ്രിഡ്ജിനെ മുകളിലേക്ക് വലിച്ചു പോക്കി. മുകളിലെത്തിയ ബ്രെയിൻ ബ്രിഡ്ജ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട ചാൾസ് കാൻഡിയും ലീ ഷെവർട്ടും വളരെ അമ്പരന്ന് പോയെന്ന് പറയാം. ശരിക്കും അവരാകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ എംബസിയിലേക്ക് റഷ്യയുടെ സ്വതന്ത്ര പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു തുരങ്കം ഇതാ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബ്രെയിൻ ബ്രിഡ്ജ് ആ ഡോറ് തുറക്കാൻ ശ്രമിക്കാത്തത് നേരത്തെ ഉണ്ടായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. KGB അവരുടെ രഹസ്യ സംവിധാനത്തിലേക്ക് ആരെ കടന്നു കയറാൻ ശ്രമിച്ചാലും ആ കടന്നു കയറുന്ന ആളിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടാവും. ഒരു ട്രാപ്പ് അവർ ഉറപ്പായി ചെയ്തിട്ടുണ്ടാവും. ആ ഡോറ് അവരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ തുറക്കാൻ ശ്രമിച്ചാൽ ഒരു വൻ എക്സ്പ്ലോഷന് അത് ഇടയാക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. എക്സ്പ്ലോസീവ്സ് ആ തുരങ്കത്തിൽ പല ഭാഗത്തും അവർ സ്ഥാപിച്ചിട്ടുണ്ടാവും. അവരുടെ രഹസ്യം പുറത്താകുമെന്ന് തോന്നിയാൽ ആ നിമിഷം ആ എക്സ്പ്ലോസീവ്സ് ഓട്ടോമാറ്റിക്കായി പൊട്ടിക്കാനായി അവർ നേരത്തെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. അക്കാര്യം നേരത്തെ ഒരിക്കൽ US-നകത്ത് വെച്ചും മറ്റൊരു രാജ്യത്ത് വെച്ചും CIA അനുഭവപ്പെട്ടതാണ്. KGBയുടെ കെണിയിൽ അന്ന് CIA പെടുകയായിരുന്നു. ആ അനുഭവം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ബ്രെയിൻ ബ്രിഡ്ജ് വേറെ ഒരു ഭാഗത്തും തൊടാതെ നേരെ മുകളിലേക്ക് എത്തിയത്. ബ്രെയിൻ ബ്രിഡ്ജ് വഴി പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചാൾസ് കാൻഡിയും ലീ ഷെവർട്ടും അറിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ എംബസിയുടെ സെക്യൂരിറ്റി ചുമതലയുള്ള കോൾ എന്ന ഉദ്യോഗസ്ഥനെ കൂടി അവർ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കോൾ അവരോട് പറഞ്ഞു, ഇവിടെ ഒരു വിഷയമുണ്ട്. നമ്മൾ അവരുടെ രഹസ്യം കണ്ടെത്തി എന്നുള്ള വിവരം അവരറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും. ഈ രാത്രിയിൽ അവരെന്തായാലും വിവരം അറിയത്തില്ല. പക്ഷേ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ അവർ വിവരം അറിയാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് അവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള സാധ്യതയും പോകും. നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. കോള് പറഞ്ഞ കാര്യത്തോട് ലീ ഷെവർട്ടും യോജിക്കുകയാണ്. അതെ, KGB അവരുടെ രഹസ്യങ്ങൾ നമ്മൾ കണ്ടെത്തിയ കാര്യം ഉറപ്പായും അറിയും. അവർ കാര്യം അറിയുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങളോട് കണ്ടുപിടിക്കണം. ചിമ്മിനി വഴി ഇറങ്ങി തുരങ്കത്തിലെത്തി ആ ഭാഗം മുഴുവൻ പരിശോധിക്കുക എന്നുള്ളതാണ് മാർഗം. അത് പക്ഷേ ബ്രെയിൻ ബ്രിഡ്ജിനെ പോലെ ശരിക്കും ഉണങ്ങിയ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ. കോൾ സെക്യൂരിറ്റി സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് കോളാണ് ഇനി പരിശോധിക്കേണ്ടത്. പക്ഷെ കോളിന് നല്ല തടിയുണ്ട്. ആ ദൂരം വഴി കോള് ഇറങ്ങാൻ ശ്രമിച്ചാൽ കോൾ ചിലപ്പോൾ ജാമായി പോകും. ആ കാര്യം മനസ്സിലുള്ള കോൾ ലീ ഷെവർട്ടിനോടും ഗാൻറ്റിയോടായി പറഞ്ഞു, ഞാൻ വേറൊരു ഓപ്ഷനാണ് ആലോചിക്കുന്നത്. ഞാൻ അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കോള് പറയുന്ന കാര്യം അവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ ബ്രെയിൻ ബ്രിഡ്ജിന്റെ റൂമിലൂടെ ആ ചിമ്മിനിക്കകത്തേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും ആ സ്ഥലം അമേരിക്കൻ എംബസിയുടെ ഭാഗമായ സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ കോള് പറയുന്ന ആ ഓപ്ഷൻ ശരിക്കും അപകടകരമാകുന്നത് ആ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയന്റെ സ്ഥലത്തു നിന്ന് ആയതുകൊണ്ടാണ്. അതിന്റെ റിസ്കിനെ കുറിച്ച് കോളിനോട് ലീ ഷെവർട്ടും ഗാൻറ്റിയും സൂചിപ്പിച്ചപ്പോൾ കോള് അവരോട് പറഞ്ഞു, അത് സാരമില്ല, ഞാനത് എങ്ങനെയും മാനേജ് ചെയ്യും. ബ്രെയിൻ ബ്രിഡ്ജിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ കോള് അയാളുടെ മുറിയിലെത്തിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഒരു സാധാരണ അറ്റകുറ്റിപ്പണി നടത്തുന്ന ഒരു ആളുടെ വേഷത്തിലേക്ക് മാറിയ കോള് റഷ്യക്കാരായ ജീവനക്കാർ ചേഞ്ച് റൂമായി ഉപയോഗിക്കുന്ന മുറിയുടെ ഭാഗത്തെത്തി. വസ്ത്രം മാറാനായി ഉപയോഗിക്കുന്ന ആ ചേഞ്ച് റൂമിലേക്ക് കിടന്ന കോള് അധികം സമയം കഴിയുമ്പോൾ തന്നെ തുരങ്കത്തിലേക്കുള്ള ആ വാതിൽ കണ്ടെത്തി. അയാൾ ആ വാതിൽ വഴി തുരങ്കത്തിനകത്തേക്ക് കടന്നു. ശക്തമായ ടോർച്ചിന്റെ പ്രകാശത്തിൽ തുരങ്കത്തിലൂടെ മുന്നോട്ട് നടന്ന കോൾ ആദ്യം കാണുന്നത് പിയാനോയിൽ ഉപയോഗിക്കുന്ന ശൈലിയിലുള്ള കമ്പി നീണ്ട് നിവർന്ന് കിടക്കുന്നതാണ്. ശരിക്കും പിയാനോ വയറുകൾ എന്ന് നമുക്കതിനെ വിളിക്കാം. കോൾ ആ പിയാനോ വയറുകളെ പിന്തുടർന്ന് മുന്നോട്ട് ചെന്നപ്പോൾ ആ പിയാനോ വയറുകൾ ഒരു ബോക്സിൽ അവസാനിക്കുന്നതായി കണ്ടു. എംബസിയിലെ സെക്യൂരിറ്റി ഓഫീസറായ കോളിന് ആ പിയാനോ വയറുകളും ആ പ്ലാസ്റ്റിക് ബോക്സും കണ്ടപ്പോൾ ഒറ്റ നോട്ട് തന്നെ കാര്യം മനസ്സിലാവുകയാണ്. അത് ശരിക്കും ഒരു സ്ഫോടക വസ്തു തന്നെയാണ്. ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ ആ തുരങ്കം തകർത്ത് കളയാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഫോടക വസ്തു. അതിന്റെ കണക്ഷനാണ് ആ പിയാനോ വയറുകൾ. ആ സംശയം തോന്നിയതും കോൾ അയാളുടെ ടോർച്ച് കാണിച്ചു.
കോൾ ആ ടോർച്ച് അണച്ചതും ആ തുരങ്കം പൂർണ്ണ ഇരുട്ടിലായി. ശരിക്കും ഭൂമിക്കടിയിൽ നല്ല ഇരുട്ടത്ത് കോള് അല്പനേരം അങ്ങനെ നിന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മുന്നോട്ട് നീങ്ങണമോ വേണ്ടയോ? അതാണ് കാതലായ ചോദ്യം. അയാൾ വളരെ വ്യക്തമായി ആ എക്സ്പ്ലോസീവ്സ് കണ്ടതാണ്. മുന്നോട്ട് നീങ്ങിയാൽ ആ സ്ഫോടക വസ്തു പൊട്ടുമോ? അത്തരൊരു ചോദ്യം കാളിന്റെ മനസ്സിലുണ്ട്. പക്ഷെ കോളിന് പെട്ടെന്ന് മടങ്ങിപ്പോവാൻ ഒരു മടി. കോള് അല്പനേരം നിശബ്ദനായി അവിടെ അങ്ങനെ നിന്നതിന് ശേഷം ടോർച്ച് തെളിക്കാതെ തന്നെ പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. ആ തുരങ്കം മറ്റെങ്ങോട്ടെങ്കിലും കൂടി പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് കോള് നിശബ്ദനായി മുന്നോട്ട് നടന്നത്. ശബ്ദമുണ്ടാക്കാതെ ചുവരി തൊട്ട് കോള് മുന്നോട്ട് നടക്കുകയാണ്. അല്പനേരം മുന്നോട്ട് നടന്ന കോളിന് തുരങ്കത്തിനകത്തേക്ക് പ്രകാശം അരിച്ചു വീഴുന്ന കാഴ്ച വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. കോൾ ആ പ്രകാശം വീഴുന്ന ഭാഗത്തേക്ക് ആ തുരങ്കത്തിനകത്തൂടി എത്തി. ആ ഭാഗം സസൂക്ഷ്മം നിരീക്ഷിച്ച കോളിന് ഇപ്പോ ഉറപ്പാണ് അത് എംബസിയുടെ തെക്ക് ഭാഗമാണ്. സോവിയറ്റ് യൂണിയന്റെ പൂർണ്ണ അധികാരത്തിലുള്ള ബിൽഡിംഗ് ആ ഭാഗത്തുണ്ട്. അവിടേക്കാണ് ആ തുരങ്കം എത്തിയിരിക്കുന്നത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ കോളിന് എംബസിക്കകത്തുള്ള ബിൽഡിങ്ങുകൾ ഏതൊക്കെയാണെന്നും അവിടെ ലേ ഔട്ട് എന്താണെന്നും വ്യക്തമായി അറിയാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് കോള് ആ കാര്യം ഉറപ്പാക്കിയത്. താൻ കണ്ടത് സോവിയറ്റ് യൂണിയന്റെ അധികാര പരിധിയിലുള്ള ബിൽഡിംഗ് തന്നെയാണ്. കോളിന് ഒരു സംശയമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അയാൾ കണ്ട ആ ഡോറ് ഒന്ന് തുറന്നാൽ മാത്രം മതി. പക്ഷേ ആ ഡോറിൽ ഒരു എക്സ്പ്ലോസീവ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുറക്കുന്ന നിമിഷത്തിൽ അയാൾ കൊല്ലപ്പെടും. അതുമാത്രമല്ല, ഡോറിന് അപ്പുറത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കോളിന് ഒരു വിവരവുമില്ല. അവിടെ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ കോള് പിടിക്കപ്പെടാനുള്ള സർവ്വസാധ്യതയുണ്ട്. അക്കാര്യം വ്യക്തമായി അറിയാവുന്ന കോൾ ശബ്ദമുണ്ടാക്കാതെ അവിടുന്ന് കുറച്ചു നേരം പുറകോട്ട് നടന്നിട്ട് ലൈറ്റ് ഓണാക്കി അതിവേഗം നടന്ന് വീണ്ടും അയാൾ വന്ന് വാതിലിന്റെ അടുത്തെത്തി. ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം അയാൾ അല്പനേരം അകത്ത് സംഭാഷണം വല്ലതും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ആരും അകത്തില്ല എന്ന് മനസ്സിലായതും അയാൾ ആ ഡോർ തുറന്ന് മുറിക്കുള്ളിലേക്ക് കടന്നു. അധികം സമയം കഴിയുമ്പോൾ കോള് ആ റഷ്യക്കാരുടെ ചേഞ്ച് റൂമിൽ നിന്ന് പുറത്തെത്തി. ആരുടെയും ശ്രദ്ധയപ്പെടാതെ തന്നെ കോൾ അവിടെ നിന്ന് അതിവേഗം അയാളുടെ മുറിയിലേക്കും അവിടെ നിന്ന് വീണ്ടും ലീ ഷെവർട്ടിന്റെയും ഗാൻഡിയുടെയും അടുത്തേക്ക് എത്തി. കോൾ അറിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആ വിവരങ്ങൾ അപ്പോൾ തന്നെ അംബാസഡറുടെ ഡെപ്യൂട്ടി ഒരു കേബിൾ രൂപത്തിൽ അത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെ തന്നെ അറിയിച്ചു. ജാക്ക് മാറ്റ്ലോക്ക് വളരെ വിശദമായ ഒരു റിപ്പോർട്ടാണ് വാഷിംഗ്ടണിലേക്ക് അയച്ചിരിക്കുന്നത്. അവർ കണ്ട കാര്യങ്ങളും അവർ നിരീക്ഷിച്ച കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ ആ കേബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. മാറ്റ്ലോക്ക് വാഷിംഗ്ടനോട് വളരെ വ്യക്തമായി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ആ ആന്റീനയുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? ആന്റീന അഴിച്ചിറക്കട്ടെയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ആന്റീനയെ അഴിച്ചിറക്കാനുള്ള അനുവാദം വാഷിംഗ്ടൺ കൊടുത്താൽ ആ നിമിഷത്തിൽ നൈലോൺ നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ആന്റീന അവർക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ആന്റീന അഴിക്കാനായി ശ്രമിച്ചാൽ ആ നിമിഷം ചിലപ്പോൾ അത് അറിയാനുള്ള ടെക്നോളജി KGB ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാനായി ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ആ കാര്യവും മാറ്റ്ലോക്ക് അയാളുടെ കേബിളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അയാൾക്ക് വ്യക്തമായും ഒരു ഉത്തരം വാഷിംഗ്ടണിൽ നിന്ന് കിട്ടണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അംബാസഡറുടെ ഒഫീഷ്യൽ രഹസ്യങ്ങൾ ഉൾപ്പെടെ US എംബസിയിലെ രഹസ്യങ്ങളൊക്കെ KGB ചോർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തുടർച്ചയായി US-ന്റെ ചാരന്മാർ കൊല്ലപ്പെടുന്നതും US-ന്റെ കേസ് ഓഫീസേഴ്സ് അറസ്റ്റിലാവുന്നതും. അതിന് ഒരു അറുതി വരുത്തണം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ചിമ്മിനിയിലുള്ള അന്വേഷണം അവർ ആരംഭിച്ചിരിക്കുന്നത്. ആ ചിമ്മിനിക്കുള്ളിൽ ഇത്രയേറെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവുമെന്ന് ഈ അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്ന CIA-യുടെ മോസ്കോയിലെ തലവൻ ഗസ് ഹാത്തവേ പോലും കരുതിയതല്ല. ഗസ് ഹാത്തവേ ഈ കാര്യത്തിൽ സഹായിക്കാനെത്തിയ NSA-യുടെ R9 ഹെഡ് ചാൾസ് ഗാൻറ്റി കാലങ്ങൾക്ക് മുമ്പ് ഈ ശൈലിയിൽ KGB ഒരു ചാരപ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നതാണ്. അന്ന് അതെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് മാറ്റ്ലോക്ക് അയച്ച കേബിളിന് മുന്നിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. മാറ്റ്ലോക്ക് നടന്ന സംഭവങ്ങളുടെ വിശദമായ വിവരം വാഷിംഗ്ടനെ അറിയിച്ചിരിക്കുകയാണ്. മാറ്റ്ലോക്കും ഗസ് ഹാത്തവേയും ലീ ഷെവർട്ടും ഗാൻഡിയും ബ്രെയിൻ ബ്രിഡ്ജും കോളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ചർച്ച നടക്കുകയാണ്. ഇനി അടുത്തത് എന്ത്? അതാണ് ആ ചർച്ചയുടെ വിഷയം. ആ ടീമിന്റെ അഭിപ്രായം ഏതാണ്ട് കോമൺ തന്നെയാണ്. ആന്റീനയും അനുബന്ധ സംവിധാനങ്ങളും പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. പക്ഷെ ആ ആന്റീനയും അനുബന്ധ സംവിധാനങ്ങളും സോവിയറ്റ് യൂണിയന്റെ സ്വന്തം സാധനങ്ങളായതുകൊണ്ട് അത് പിടിച്ചെടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സ്വാഭാവികമായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അനുവാദത്തിന് വേണ്ടി വാഷിംഗ്ടണിലേക്ക് കത്തെഴുതിയിരിക്കുന്നത്. സംഭവത്തിന്റെ സീരിയസ്നെസ് അറിയാവുന്നത് കൊണ്ട് വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്ന അംബാസഡർ മാൽക്കം ട്യൂണും വിഷയത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് തന്നെ അതിവേഗം വാഷിംഗ്ടണിൽ നിന്ന് മോസ്കോയിലേക്ക് മറുപടി വന്നു.
KGB മറുഭാഗത്തുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതെ എല്ലാ ഭാഗങ്ങളും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാനും കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിക്കാനും ഇനി KGBയുടെ ഭാഗത്തു നിന്ന് അമേരിക്കൻ എംബസിക്കകത്തേക്ക് ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകാത്ത ശൈലിയിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കാനുമാണ് വാഷിംഗ്ടണിൽ നിന്ന് മോസ്കോ എംബസിക്ക് വന്ന ആ കേബിൾ സൂചിപ്പിക്കുന്നത്. ആ കേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്ന ലീ ഷെവർട്ട് അതിരാവിലെ തന്നെ പണി തുടങ്ങി. രാവിലെ 6 മണിക്ക് ലീ ഷെവർട്ട് ആദ്യം ചെക്ക് ചെയ്തത് എംബസിയിലേക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് ആണ്. വൈദ്യുതി വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ സൃഷ്ടിച്ച് വിവരങ്ങൾ ചോർത്തുന്ന ഒരു ടെക്നിക്ക് KGB ഡെവലപ്പ് ചെയ്തു എന്ന് കാൻറ്റി പറഞ്ഞതുകൊണ്ടാണ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്ന് ആദ്യമേ തന്നെ ഷെവർട്ട് വിലയിരുത്തിയത്. സമയം രാവിലെ 6 മണി കഴിഞ്ഞ് 40 എംബസിയുടെ തെക്ക് ഭാഗത്തുള്ള ക്ലീനിങ് സ്റ്റാഫ് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ചേഞ്ച് റൂമിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനുള്ള പ്രവേശനം US എംബസി നിഷേധിക്കുന്നത് ആ നിമിഷത്തിലാണ്. ആ റൂമിൽ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി സ്റ്റാഫുകൾ ക്ലീനിങ് സ്റ്റാഫിന്റെ ആ റൂമിലേക്കുള്ള എൻട്രി നിരോധിച്ചു. 6:40 റഷ്യക്കാരായ ക്ലീനിങ് ജീവനക്കാർ അമേരിക്കൻ എംബസിയിൽ എത്തിയിട്ടും അവർക്ക് വർക്ക് തുടങ്ങാനുള്ള പെർമിഷൻ ലഭിച്ചില്ല എന്നുള്ള കാര്യം ആ നിമിഷത്തിൽ തന്നെ KGB അറിഞ്ഞു എന്ന് വ്യക്തം. രാവിലെ 7 മണി കഴിഞ്ഞ് 10 ആയപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ US എംബസിയിലേക്കുള്ള എല്ലാ ലൈനുകളിലും ഉണ്ടായി. ആദ്യം US എംബസിയിലെ എല്ലാ ലൈനിലേക്കുമാണ് ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായതെങ്കിലും തുടർന്ന് ആ ഫ്ലക്ച്വേഷൻ ചിമ്മിനിക്കകത്തുള്ള ആന്റിനയിലേക്ക് മാത്രം ഡയറക്റ്റ് ചെയ്യുകയായിരുന്നു. അത് കൃത്യം 8 മണി കഴിഞ്ഞ് 55 വരെ അങ്ങനെ തന്നെ തുടർന്നു. KGB ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി വിലയിരുത്തുന്ന ഷെവർട്ട് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ രാത്രിക്ക് രാത്രി എല്ലാ ഭാഗത്തും ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഏതെങ്കിലും മൈക്രോവേവ് തരംഗങ്ങൾ എംബസിയിലേക്ക് വന്നാലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഏതെങ്കിലും ഉപകരണത്തിലേക്കോ ഏതെങ്കിലും നിലകളിലേക്കോ പ്രത്യേകമായി ഉണ്ടാകുകയാണെങ്കിൽ അത് നോട്ട് ചെയ്യാനുള്ള സംവിധാനം വരെ ലീ ഷെവർട്ട് ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് ആന്റിന ഇരിക്കുന്ന ഭാഗത്ത് വോൾട്ടേജ് വ്യതിയാനം ഉണ്ടാകുന്നത് വളരെ വ്യക്തമായി നോട്ട് ചെയ്യാൻ ലീ ഷെവർട്ടിന് പറ്റിയത്. 8:55 മുതൽ പിന്നീട് കുറെ നേരത്തേക്ക് ഒരു തരത്തിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ആന്റിനയുടെ ഭാഗത്തുണ്ടായില്ല. അത് അങ്ങനെ അങ്ങ് തുടരുമ്പോൾ 10:15 ആന്റിനയിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ എല്ലാ ഫ്രീക്വൻസികളും ഒന്നുകൂടി ലീ ഷെവർട്ട് വിലയിരുത്തി തുടങ്ങി. എന്തെങ്കിലും ഡേറ്റ ആ ആന്റിന ഉപയോഗിച്ച് എംബസിയിൽ നിന്ന് KGB കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്താണെന്ന് ഇപ്പോൾ ലീ ഷെവർട്ടിനും അറിയാം. അമേരിക്കൻ എംബസിയിൽ നിന്ന് KGB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ലീ ഷെവർട്ടിനും കേൾക്കാൻ കഴിയുന്ന ശൈലിയിൽ ലീ ഷെവർട്ട് ആവശ്യമായ എക്യുപ്മെന്റ്സ് ഘടിപ്പിച്ചിരിക്കുകയാണ്. 12:40 ഈ സമയത്ത് ചണലിന്റെ അറ്റത്ത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ചില അനക്കങ്ങൾ ഇപ്പുറത്ത് കേട്ടു തുടങ്ങി. ആ ചണലിന്റെ മറുഭാഗത്തുള്ള US എംബസിയിലെ ആളുകളെ ഭയപ്പെടുത്തത്തക്ക ശൈലിയിൽ വൻ ശബ്ദമാണ് ചണൽ വഴി ഇപ്പോ റഷ്യ US എംബസിയിലേക്ക് അയക്കുന്നത്. US എംബസിയുടെ തന്നെ ഭാഗമായ ഒരു ബിൽഡിങ്ങിലാണ് റഷ്യക്കാർ ക്ലീനിങ്ങിന് വന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ആ ബിൽഡിങ്ങിലേക്ക് റഷ്യക്കാരെ രാവിലെ കയറ്റാതെ വന്നത് മുതൽ അസ്വസ്ഥരായ KGBക്കാർ ശക്തമായ ശബ്ദം ചണൽ വഴി അയക്കുമ്പോൾ ആ ശബ്ദം ചണലിലൂടെ സഞ്ചരിച്ച് ആ ചേഞ്ച് റൂമിലെ വാതിലിൽ അതിശക്തമായി വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ഇടിക്കുന്നത് കൃത്യമായിട്ട് ചേഞ്ച് റൂമിനകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് കേൾക്കാം. എന്തോ ഭീകരമായ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ ചേഞ്ച് റൂമിനകത്തുള്ള അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്ന് KGB കരുതുന്നു വ്യക്തമാണ്. KGB അവരുടെ എൻഡിൽ നിന്ന് ശക്തമായ ശബ്ദം US-ന്റെ എൻഡിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. ശരിക്കും മുഴക്കത്തോടു കൂടിയാണ് ആ ശബ്ദം ചേഞ്ച് റൂമിലും അതുപോലെ ചിമ്മിനിലും വന്ന് ഇടിക്കുന്നത്. മറുഭാഗത്തുള്ള ആളിനെ ഭയപ്പെടുത്താൻ പര്യാപ്തമായ ശൈലിയിലുള്ള ശബ്ദമാണ് KGB ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഏകദേശം 5 മിനിറ്റോളം ആ ശബ്ദം അതിശക്തമായിട്ട് ചിമ്മിനിയിലും അതുപോലെ ആ ചേഞ്ച് റൂമിലും വന്ന് ഇടിച്ചുകൊണ്ടേയിരുന്നു. ആ ശബ്ദ കോലാഹലം KGB ഉണ്ടാക്കിയതിന് ഒരു കാരണമുണ്ടെന്ന് കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലീ ഷെവർട്ടിനും ടീമിനും മനസ്സിലായി. കൃത്യം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 45 ആയപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആ ചാനലിൽ പ്രകാശത്തിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങി. ചലിക്കുന്ന പ്രകാശമാണ് മറുഭാഗത്തുനിന്ന് അത് വീക്ഷിക്കുന്ന ആളുകൾ കാണുന്നത്. പ്രകാശം ചലിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ പ്രകാശത്തോടൊപ്പം ആളുകളും ഉണ്ടെന്നാണ്. ആരോ ചാനലിനകത്തേക്ക് പരിശോധനയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ്. അവർ പരിശോധനയ്ക്കായി ഇറങ്ങുമ്പോൾ ചാനലിൽ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് KGB നേരത്തെ ആ ശബ്ദ കോലാഹലമെല്ലാം ഉണ്ടാക്കിയത്. റഷ്യൻ ഭാഗത്ത് നിന്ന് ഏകദേശം ആ ചാനലിലൂടെ പകുതി ദൂരത്തോളം
ആ ലൈറ്റ് സഞ്ചരിച്ചു വന്നു. ആ പകുതി കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കൻ എംബസിയുടെ അതിർത്തി ആരംഭിക്കുകയാണ്. അമേരിക്കൻ എംബസിയുടെ അതിർത്തി ആരംഭിക്കുന്ന ആ ഭാഗം വരെ മാത്രമേ ആ ലൈറ്റും വഹിച്ചുകൊണ്ട് ആളുകൾ ആ സമയത്ത് വന്നുള്ളൂ. അവർ ആ ഭാഗത്തൊക്കെ സൂക്ഷ്മമായി എന്തൊക്കെയോ പരിശോധിക്കുകയാണ്. ടണലിലൂടെ പകുതി ദൂരം വരെ വന്ന KGB ഉദ്യോഗസ്ഥർ അത് കഴിഞ്ഞ് മുന്നോട്ട് വരാതെ ആ ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ദൂരെ നിന്ന് അവരെ വീക്ഷിക്കുന്ന US ഉദ്യോഗസ്ഥർ കാര്യമറിയാതെ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്തിനായിരിക്കാം KGBക്കാർ അവിടം വരെ മാത്രം വന്നത്? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും പരസ്പരം ചാരപ്രവർത്തനം നടത്തിയ മോസ്കോയിലെ ആ ചാരപ്രവർത്തനത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.